സൗദി അറേബ്യയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച തോട്ടപ്പള്ളി സ്വദേശി സുമേഷ് സുകുമാരന്റെ മൃതദേഹം 2 മാസത്തിന് ശേഷം നാട്ടിലെത്തിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടതോടെയാണ് സുമേഷിനെ അവസാനമായി കാണാൻ ബന്ധുക്കൾക്ക് കഴിഞ്ഞത്. സൗദിയിൽ നിന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം ഉച്ചയോടെ തോട്ടപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഡിസംബർ 20-നാണ് തോട്ടപ്പള്ളി സ്വദേശി ദേവസ്വം പറമ്പിൽ സുമേഷ് സുകുമാരൻ സൗദി അറേബ്യയിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. ജിസാനിലെ താമസ സ്ഥലത്ത് വാഷിംഗ് മെഷീനിൽ വസ്ത്രം അലക്കുന്നതിനിടെയായിരുന്നു അപകടം. അന്ന് തന്നെ ബന്ധുക്കൾ മരണവിവരം അറിഞ്ഞു. മൃതദേഹം നാട്ടിലെത്തുന്നതും കാത്ത് 15 ദിവസം ഇരുന്നെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് സുമേഷിന്റെ വീട്ടിലെത്തിയ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാര്യങ്ങൾ അറിയിച്ചു. സുരേഷ് ഗോപിയുടെ ഓഫീസ് സൗദി എംബസിയുമായി ഇടപെട്ട് സുമേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ് മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഉദ്ദേശിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളത്. പക്ഷേ 10 ദിവസം 15 ദിവസം കഴിഞ്ഞപ്പോഴൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ സുരേഷ് ഗോപി സാറാണ് ഏറ്റവും കൂടുതൽ ഇടപെട്ട് ഇതിൽ ഞങ്ങളിത് ഇത്രയും ദിവസമെങ്കിലും എത്തിച്ചേരാനായിട്ട് അനുവദിച്ചത്. ശോഭാ സുരേന്ദ്രൻ അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടൽ കാരണമാണ് സുരേഷ് ഗോപി അറിയാൻ കാര്യം. താമസ സ്ഥലത്ത് വെച്ച് നടന്ന അപകടമായതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഏറെയുണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളിൽ ഉടക്കി നാളിത്രയുമായിട്ടും മരണശേഷം ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് BJPയുടെ ആലപ്പുഴ ജില്ലാ ഘടകത്തിൻ്റെ ഇടപെടലിലൂടെ ബഹുമാനനായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിലേക്ക് ഈ വസ്തുത എത്തിക്കുകയും തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഇടപെട്ടുകൊണ്ടാണ് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് മരണശേഷം ഇത്ര ദിവസമായിട്ടും ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്നൊരു സാഹചര്യം എന്താണെന്ന് തിരക്കുകയും തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഇടപെടലിലൂടെയാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ നെടുമ്പാശ്ശേരിയിൽ ആ ഭൗതിക ശരീരം കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഖമീസ് മുഷീദ് ആസ്ഥാനമായ അൽ ഹിഷാം കോൺട്രാക്ടിംഗ് കമ്പനിയിലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ടെക്നീഷ്യനായിരുന്നു സുമേഷ്. മാതാപിതാക്കളും ഭാര്യയും 7 വയസ്സുള്ള കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സുമേഷ്. ജനം, ആലപ്പുഴ.